ഡിസംബർ 31 വരെ ഒരു ഓഫർ വരുന്നുണ്ട്. ഒരു 10,000 റുപ്പീസ് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഒരു 10,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് വെറും 2.33 ലക്ഷം രൂപയ്ക്കാണ് ഇതിന്റെ എക്സ്-ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. നല്ല ടോർക്കാണ് വെഹിക്കിൾ, വണ്ടി കയറുന്നത് ഒരു രക്ഷയില്ല. 120 bhp പവർ വരുന്നുണ്ട്. 118 ആണ്. 118 പോയിന്റ് സംതിങ് bhp പവർ വരുന്നുണ്ട്. ഒരു ചെറിയ റവിൽ തന്നെ RPM തന്നെ ലൈക്ക് ഒരു 4250 RPM തന്നെ നിങ്ങൾക്ക് ഒരു 100 Nm ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റ് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ലീനിയർ ടോർക്കാണ്. ട്രാവൽ ഡിസ്റ്റൻസ് കമ്പയറിംഗ് ടു സ്പീഡിന് ഇതിന്റെ ഷോക്കിന് ട്രാവൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ സ്പീഡ് 400ന്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ വരുന്നത് ആനുവൽ സർവീസാണ്. അതായത് 1 ഇയർ അല്ലെങ്കിൽ 16,000 കിലോമീറ്റർ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കൂടെ എന്നുള്ളത് ട്രയംഫിന്റെ സ്പീഡ് 400 ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോളിംഗ്. ട്രയംഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ട്രയംഫിൻ്റെ ഒരു വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു 10 ലക്ഷം രൂപയെങ്കിലും മുടക്കണം. കാരണം 10 ലക്ഷം 20 ലക്ഷം ഒക്കെയാണ് ട്രയംഫിൻ്റെ വണ്ടികൾ മിനിമം ആ ഒരു ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോഴിതാ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയൊരു ബഡ്ജറ്റിലേക്കാണ് ഈ ഒരു ട്രയംഫിൻ്റെ സ്പീഡ് 400 വന്നിരിക്കുന്നത്. അതായത് വെറും 2.33 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയംഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബജാജുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇപ്പോൾ ഈ ഒരു ട്രയംഫിൻ്റെ സ്പീഡ് 400 കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊന്നും ശരിക്കും ബജാജ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് രണ്ട് പേരും കൂടിയിട്ടാണ് ആ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ട്രയംഫ് ആയാലും ബജാജ് ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു നമുക്ക് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിലേക്ക് ഈ ഒരു ട്രയംഫിൻ്റെ സ്പീഡ് 400 ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നൊരു വണ്ടി തന്നെയാണ്. ലുക്ക് വൈസ് ആയാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് ഈ ഒരു സ്പീഡ് 400 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി പോർഷനിൽ നല്ലൊരു ക്വാളിറ്റി, നമുക്ക് ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിലും കൊള്ളാം, അതിൻ്റെ ഡിസൈൻ വൈസും. അതുപോലെ തന്നെ ട്രയംഫിൻ്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ സെൻട്രലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഒരു LED ടൈപ്പാണ് വന്നിരിക്കുന്നത്. DRLs ആയാലും ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയാലും എല്ലാം ഒരു LED ടൈപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിലാണ് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ റെഡ്, പിന്നെ ഒരു ബ്ലൂ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ 3 കളേഴ്സ്. ആ ഒരു കളേഴ്സിൻ്റെ വേരിയൻറ്റ് വരിക മെയിനായിട്ട് ഒരു ടാങ്കിൻ്റെ ആ ഒരു പോർഷനിലാണ്, ടാങ്കിൻ്റെ കളേഴ്സിൻ്റെ ചേഞ്ചിലാണ് ആ ഒരു കളറിൻ്റെ വേരിയൻസ് വരുന്നത്. ഇപ്പോൾ ഈ ബജാജ് ആയിട്ടുള്ള കൊളാബറേഷനിൽ പറയുമ്പോൾ ഒരുപാട് പേര് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോമിനോറിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ എഞ്ചിനാണ്. ആ ഡോമിനറായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം കംപ്ലീറ്റ്ലി ഒരു 398 cc കംപ്ലീറ്റ്ലി ന്യൂ TR സീരീസ് എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ ഒരു സ്പീഡ് 400 വന്നിരിക്കുന്നത്. ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പവർഫുൾ എഞ്ചിനാണ്. ഒരു 40 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത് അറ്റ് 8000 RPM. അതുപോലെ തന്നെ ടോർക്ക് വരികയാണെങ്കിൽ 37.5 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത് അറ്റ് 6500 RPM. സിംഗിൾ സിലിണ്ടർ തന്നെയാണ് എഞ്ചിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, DOHC പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിരിക്കുന്നത് 64 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർ വന്നിരിക്കുന്നത് 89 mm. കംപ്രഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 12:1 ആണ്. ഇലക്ട്രോണിക്കലി ഫ്യൂവൽ ഇഞ്ചക്ഷൻ വിത്ത് ഇലക്ട്രോണിക്കലിന് ത്രോട്ട് കൺട്രോളും കൂടിയുണ്ട്. എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ.
ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് അപ്പോളോൻ്റെ ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേഡിയേറ്ററിൻ്റെ ഭാഗമൊക്കെ ഒരു ബ്ലാക്ക്, ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് ആയാലും കൊള്ളാം. ഡ്യുവൽ ചാനൽ ABS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് തന്നെയാണ്. കുറച്ചൊരു സ്ലൈറ്റ്ലി ഒരു ടൈറ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ചെയിൻ സോക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു അനലോഗ് സ്പീഡോമീറ്ററും അതുപോലെ തന്നെ ഒരു LCD ഡിസ്പ്ലേയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്പീഡോമീറ്റേഴ്സും അതുപോലെ തന്നെ ഓഡോമീറ്റർ, ടൈമർ, ഗിയർ ഇൻഡിക്കേഷൻ, ഫ്യൂൽ ലെവലിൻ്റെ ഇൻഡിക്കേഷൻ, ഓഡോമീറ്റേഴ്സ്, ട്രിപ്പ് മീറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ മിറേഴ്സ് ആയാലും ആ ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈനിലാണ് മിറേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ, നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു റൈഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഹൈ ബീമിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ ലോ ബീമും പാസും അതുപോലെ തന്നെ DRLs, LED ലൈറ്റിൻ്റെ ആ ഒരു കണക്ടിവിറ്റി ഉള്ള ആ ഒരു സ്വിച്ചും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐ ബട്ടൺ കാണാം. അത് എസ്പെഷ്യലി നാവിഗേഷന് വേണ്ടിയിട്ടാണ്, ഈ ഒരു നാവിഗേഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഹോണും ഇൻഡിക്കേറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു കിൽ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ കോഷൻ ലാമ്പ് ഉണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇഗ്നിഷൻ സ്റ്റാർട്ടിൻ്റെ ആ ഒരു ബട്ടണും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ടോർക്കിയാണ് വെഹിക്കിൾ. വണ്ടി കയറുന്നത് ഒരു രക്ഷയുമില്ല. കാരണം അത്രയും നല്ല ഹെവി ടോർക്കി ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമൽ റൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല സിറ്റി കൂടെ തന്നെയാണ് ഞാൻ റൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഹീറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹീറ്റും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. സസ്പെൻഷൻ ആയാലും കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നമ്മളൊരു ആക്സലറേഷൻ കൊടുത്താൽ പോലും ആ നല്ല രീതിയിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു വെഹിക്കിളാണ് ഈ ഒരു സ്പീഡിൻ്റെ 400 എന്ന് പറയുന്നത്. വീൽസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന റിയറിൽ വന്നിരിക്കുന്നത് കാസ്റ്റ് അലൂമിനിയാണ്, അലോയ്സാണ് വന്നിരിക്കുന്നത്. 10 സ്പോക്കിൻ്റെ അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 17 ഇഞ്ചിൻ്റെ 110/70 പ്രൊഫൈലാണ്. റിയറിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചിൻ്റെയാണ്. അതിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 150/60 ആണ്. ഫ്രണ്ട് ബ്രേക്ക് വന്നിരിക്കുന്നത് 300 മില്ലിമീറ്റേഴ്സും റിയർ ബ്രേക്ക് വന്നിരിക്കുന്നത് 230 മില്ലിമീറ്റേഴ്സുമാണ്. പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത് 13 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. സീറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. റൈഡിങ് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലിയൻ സീറ്റിംഗ് ആണെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 790 മില്ലിമീറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് 1377 മില്ലിമീറ്റേഴ്സാണ്. നല്ല ടോർക്കി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. കാരണം നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോർക്കിയാണ് ഈ ഒരു വെഹിക്കിൾ. എക്സോസ്റ്റ് ആയാലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. നമുക്ക് എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രയംഫിൻ്റെ ഷോറൂമിലാണ്. ട്രയംഫിൻ്റെ ഷോറൂമിൽ നമ്മുടെ കൂടെ ഉള്ളത് ജീഷാണ്, ഇവിടുത്തെ സർവീസ് മാനേജർ. ഹായ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഇപ്പോൾ ഒരു ഷോറൂം വന്നിരിക്കുകയല്ലേ? എസ്പെഷ്യലി ഈ ഒരു മലബാറിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ എറണാകുളത്ത് മാത്രമായിരുന്നു ഷോറൂം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡാണെങ്കിലും ഇപ്പോൾ കാലിക്കറ്റ് ഉള്ളവരാണ് എല്ലാവരും അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കേസായിരുന്നു അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഈ ഒരു ഷോറൂമിനെ പറ്റി ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ. ഓക്കെ,
നമ്മൾ ഇപ്പം മലബാർ റീജിയനിൽ ഇപ്പോൾ കറന്റ് നമുക്ക് മാത്രമേ ഇവിടെ മാത്രമേ ഷോറൂം വരുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് December 7th മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് 9th ഒരു ലോഞ്ച്, നല്ലൊരു ലോഞ്ച് ഇവന്റും ഉണ്ട്. നമ്മളെ കോഴിക്കോട് ട്രൈംഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം കറന്റ് നമ്മൾ ബിഗ് ബൈക്സ് എല്ലാ മോഡൽസും എത്തിച്ചിട്ടില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന 3 മോഡൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് 765cc സ്ട്രീറ്റ് ട്രിപ്പിൾ R ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു റോഡ്സ്റ്റർ ആണ്. അതെ, അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ സ്പെക്ക് എന്ന് പറയുന്നത് 120 bhp പവർ വരുന്നുണ്ട്. 118 ആണ്, 118 പോയിന്റ് സംതിങ് bhp പവർ വരുന്നുണ്ട്. പക്കാ സ്പോർട്സ് വണ്ടിയാണ്. നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ട്രൈംഫ് വെഹിക്കിൾസിൽ 2 മോഡൽസ്, ഒന്ന് ടൈഗറും ഒന്ന് സ്ട്രീറ്റ് ട്രിപ്പിൾ, ഈ ഒരു റേഞ്ചിൽ വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ട്രൈഡന്റ്, സ്പീഡ് ട്വിൻ അങ്ങനത്തെ മോഡൽസ് വരുന്നുണ്ട്. അത് മൂവിങ് ആണ്. നമുക്ക് ഒരു സ്പീഡ് ട്വിൻ വരുന്നുണ്ട്. ഇതിന്റെ നേരെ ഇതൊരു റോഡ്സ്റ്റർ ആണെങ്കിൽ ഇതൊരു മോഡേൺ ക്ലാസിക് ആണ്. ഇപ്പോൾ മോഡേൺ ക്ലാസിക്കിൽ വരുന്ന നമ്മളെ ഇപ്പോൾ ബോൺവിൽ, സ്ട്രീറ്റ് ട്രിപ്പിൾ, സ്ട്രീറ്റ് ട്വിൻ മുമ്പുണ്ടായിരുന്ന മോഡലാണ്. ഇപ്പൊ സ്പീഡ് ട്വിൻ ആണ്. ഇത് 200cc വെഹിക്കിൾ ആണ്. ഇതിന്റെ BHP-ലല്ല കാര്യം, ടോർക്കിലാണ്. ഓക്കെ, ഒരു ചെറിയ റവിൽ തന്നെ RPM തന്നെ ലൈക്ക് ഒരു 4250 RPM തന്നെ നിങ്ങൾക്ക് ഒരു 100 Nm ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലോങ് റൈഡോ കാര്യങ്ങൾ പോകാനുണ്ടെങ്കിൽ ഏറ്റവും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടികളിൽ ഒന്നാണിത്. ഇതിന്റെ എർഗണോമിക്സ് ആയാലും സീറ്റിംഗ് കംഫർട്ട് ആയാലും അതിപ്പോ ഞാനിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഞാനിപ്പോ ട്രൈംഫിന്റെ സ്പീഡ് 400 ഞാനിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ല ടോർക്കിയാണ് വെഹിക്കിൾ, നല്ല ടോർക്കിയാണ്. ഇനീഷ്യലി എനിക്ക് ആ ഒരു ത്രെഷോൾഡിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ലീനിയർ ടോർക്കാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹയർ ടോർക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ഹയർ ഗിയറിൽ പോലും വണ്ടി എടുത്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ വണ്ടി കേറി പോകുന്നുണ്ട്. രണ്ടിനും സ്പീഡ് 400-നും സ്ക്രാംബ്ലർ 400-നും രണ്ടിനും സ്പെക്സ് സെയിം ആണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പവറും സെയിം ആണ്. 40 PS പവർ ആണെന്ന് തോന്നുന്നല്ലേ? 40 PS പവർ. ടോർക്ക് വരുന്നത് 37.5, ഓൾമോസ്റ്റ് 38 Nm ടോർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഡിഫറൻസ് വരുന്നതെന്ന് പറയാം ഇതിന്റെ ഷോക്കിന്റെ ട്രാവലാണ്. ഇതിന്റെ രണ്ടിനും എഞ്ചിൻ സെയിം ആണെങ്കിൽ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സ്ക്രാംബ്ലർ ബിൽഡ് ചെയ്തിരിക്കുന്നത് പക്ക ഒരു ഓഫ് റോഡിംഗ് കാപ്പബിലിറ്റിക്ക് ഉള്ള ഒരു വണ്ടി. അതിന്റെ ബിൽഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെക്കാട്ടും ഒരു 50 mm സീറ്റ് ഹൈറ്റ് കൂടുതലാണ് സ്ക്രാംബ്ലറിന് വരുന്നത്. 830 mm ആണ് സ്ക്രാംബ്ലറിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ശരി, അപ്പിയറൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും. പക്ക ഓഫ് റോഡ് കാപ്പബിലിറ്റി ആയിട്ടാണ് അതിന്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. ട്രാവൽ ഡിസ്റ്റൻസ് കമ്പയറിംഗ് ടു സ്പീഡിന് ഇതിന്റെ ഷോക്കിന് ട്രാവൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ രീതിയിലാണ് ട്രൈംഫ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ സ്പീഡിന് വരുന്ന ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോംഡ് ആണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്നെസ് കൂടും. അപ്പൊ പെട്ടെന്ന് പൊട്ടൂല, പക്ഷെ പൊട്ടുമ്പോൾ ബ്രിട്ടിൽ ആയിട്ടാണ് അത് പൊട്ടുക. പക്ഷെ വളരെ ഹാർഡായിരിക്കും. അതങ്ങനെ പൊട്ടാനോ കാര്യങ്ങൾക്കൊന്നും ചാൻസ് ഒന്നുമില്ല. കാരണം നമ്മളൊരു പക്ക കമ്പ്യൂട്ടറോ അല്ല, എന്നാൽ ഒരു ലോങ് റൈഡിന് പോകാൻ പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ ഹാൻഡിൽ ബാർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഓഫ് റോഡ് പോയി എവിടെയെങ്കിലും വെച്ചിട്ട് വണ്ടി ഒന്ന് ചെറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവില്ല, എന്തെങ്കിലും ബെൻഡ് വരുള്ളൂ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷന് രക്ഷപ്പെട്ട് ഒരു ഓൺ റോഡിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതൊരു ഓഫ് റോഡ് വണ്ടിയാന്നുള്ളത് പക്ക ആ ക്യാരക്ടർ മൊത്തം കൊടുത്തിട്ടാണ് വണ്ടി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് കാറ്റഗറി നോക്കിയാൽ പോലും ആ ഒരു R&D നടത്തിയിട്ട് തന്നെയാണ് ആ ഒരു ഫീൽഡിലേക്ക് ഇറക്കുന്നത്. പക്ക ഒരു R&D നടത്തിയിട്ട് തന്നെയാണ് ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഒക്കെ ഓൺ റോഡ് പ്രൈസ് വരിക എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ട്രൈംഫിന്റെ സ്പീഡ് 400 ആണ്, സ്ക്രാംബ്ലർ ആണെങ്കിലും സ്ക്രാംബ്ലറിനാണെങ്കിൽ ഓൺ റോഡ് 3,47,000 48,000 ആ ഒരു പ്രൈസ് ഫിഗർ ഉണ്ടാവും. നമ്മളെ സ്പീഡിന്റെ കേസ് ആണെങ്കിൽ അതിന് ആക്ച്വലി 3,88,000 റുപ്പീസ് ആണ് ഓൺ റോഡ് വരുന്നത്. പക്ഷെ നമ്മളെ ഈ ജനുവരി 1st ആവുന്നതിന് മുന്നേ, അത് December 31st വരെ ഒരു ഓഫർ വരുന്നുണ്ട്. ഒരു 10,000 റുപ്പീസ് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും.
അതായത് ഒരു 10,000 rupees ഡിസ്കൗണ്ട് ഉണ്ടാവും. സ്പീഡിൽ മാത്രമാണോ? സ്പീഡിൽ മാത്രം. അപ്പോൾ സ്പീഡ് 400-ൽ നമുക്കൊരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. December 31st വരെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 3 lakhന്റെ താഴെയായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ 3 lakhന്റെ താഴെ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ 3 lakh ഇപ്പൊ കിടക്കുന്ന ഈ ഒരു ഓൺ റോഡ് പ്രൈസ് അങ്ങ് ആയപ്പോൾ നല്ലൊരു വെർത്ത് തന്നെയാണ്. കാരണം ആ ഒരു പ്രൈസിംഗിലേക്ക് വരുമ്പോൾ വെർത്ത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് യൂസ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് യൂസ് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ ആണ് വണ്ടി നല്ല സ്റ്റേബിൾ തന്നെയാണ്. അത്യാവശ്യം ടോർക്കിയാണ്. അതിന്റെ റീസൺ ആണ് ഇപ്പോൾ ആൾ പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം ഇനീഷ്യൽ ആ ലീനിയാരിറ്റി ആ ഒരു ടോർക്കിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ. ഓക്കെ, പിന്നെ വേറെ ഏത് മോഡൽസാണ് വരുന്നത്? നമുക്ക് ഇനി ഒരു ബിഗ് ബൈക്സിൽ ഒരു വണ്ടിയും കൂടി ബാക്കിയുണ്ട്. സ്പീഡ് ട്വിൻ 900 ആണ്. നമ്മളെ സ്പീഡ് 400ന്റെ ഒരു അപ്പർ വേർഷൻ ഇതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ സ്പീഡ് 400ന്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ ഇതും ഒരു മോഡേൺ ക്ലാസിക് ആണ്. നമ്മളെ സ്പീഡ് 1200 പോലെ തന്നെ ഇതിനും ടോർക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഒരു 80 Nm 900cc എഞ്ചിനാണ്. അപ്പം ഒരു ഇതിന് നമ്മളെ 1200-നെക്കാട്ടും ലോവർ RPM, അതായത് ഒരു 3750 RPM വരെ നമുക്കൊരു 80 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതൊരു റൈഡർ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ആയിരിക്കും. അപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അല്ലാത്ത ടൗൺ യൂസിലാണെങ്കിലും ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു ട്രാഫിക്കും അത് തന്നെയാണ്. ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ട് തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ച് പോകാനുള്ള ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ. അതെ, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആ ഒരു സർവീസ് പീരീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് സ്പീഡും സ്ക്രാംബ്ലറും സെയിം സർവീസ് പീരീഡ് ആണ് വരുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് 1000 കിലോമീറ്ററിലാണ്. പിന്നെ വരുന്നത് ആനുവൽ സർവീസാണ്. അതായത് 1 year അല്ലെങ്കിൽ 16,000 കിലോമീറ്റർ. ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് ആ സമയത്ത് നമുക്ക് സർവീസ് പീരീഡ് വരുന്നത്. ഇതിൽ ഒരു 16,000 റേഞ്ച് തരുന്ന വേറെ വെഹിക്കിൾസ് ഇപ്പം നമ്മളെ മാർക്കറ്റിലില്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്തിലേക്കൊക്കെ ട്രിപ്പ് പോകുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. ഒരു കണ്ടിന്യൂസ് റൈഡ് പോസിബിൾ ആണ്. ഒരു സർവീസ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു 16,000 കിലോമീറ്ററിലേക്ക് അവർക്കൊരു സർവീസിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. നമുക്ക് ഇപ്പം അതർ ബൈക്സ് അത് ഡിപ്പെൻഡ്. ചില വെഹിക്കിൾസ് 16,000 ആണ് ബിഗ് ബൈക്സിൽ. അല്ല, അത് 10,000. നമുക്ക് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? യെസ്. നമ്മളെ കറന്റ്ലി ഇപ്പോൾ സ്പീഡ് 400 ആയാലും സ്ക്രാമ്പിൾ 400 ആയാലും രണ്ടിനും ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. നമ്മളിനി ടെസ്റ്റ് ഡ്രൈവിന്റെ വണ്ടികൾ കൂട്ടാൻ പോവുക. അതായത് അഡീഷണൽ 2 വണ്ടികൾ കൂടി ടെസ്റ്റ് ഡ്രൈവിന് വെക്കാൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വാക്കിന് കുറച്ച് കൂടുതലാണ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ വെയിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവിന്റെ വണ്ടി എക്സ്ട്രാ വെക്കുകയാണ്. അത് ഇപ്പം കറന്റ്ലി 2 വണ്ടിയാണുള്ളത്. ഒരു 2 വണ്ടി കൂടി വെച്ചിട്ട് ഒരു 4 വെഹിക്കിൾസ് ടെസ്റ്റ് ഡ്രൈവിന് വരും. അതെ, അത് എനിക്ക് തോന്നുന്നു 1 വീക്കിനുള്ളിൽ നെക്സ്റ്റ് വീക്കിലേക്ക് എന്തായാലും എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് കറന്റ്ലി സ്പീഡിന്റെ ആയാലും സ്ക്രാംബ്ലറിന്റെ ആയാലും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ബുക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് വെറും 10 days ആണ്. അതെ, നമുക്ക് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഒരുമാതിരി എല്ലാ വണ്ടികളും നമ്മളെടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കുള്ള വണ്ടികൾ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്കൊരു 10 days കൊണ്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ട്രയംഫിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.